നമ്മൾ ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വേർതിരിച്ചു. നമ്മളെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, വേർതിരിക്കുകയും ചെയ്തു. വേർതിരിച്ച് നമ്മളെ ലോകത്തിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോകക്കാരെ പോലെ അല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. വി ആർ ചോസൺ ബൈ ഗാഡ്, വി ആർ സെപ്പറേറ്റഡ് ബൈ ഗാഡ്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തുകയാണ്. ആ ഡിഫറൻസ്, ആ വ്യത്യസ്തത നമുക്ക് എല്ലാ കാലയളവിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ ലോകക്കാരല്ല. ഒരിക്കൽ നിങ്ങൾ ലോകക്കാരായിരുന്നു, എന്നാൽ ഇനി നിങ്ങൾ ലോകക്കാരല്ല. നമ്മൾ യേശു ലോകക്കാരനല്ലായിരുന്നു. അതുകൊണ്ട് ലോകം യേശുവിനെ പകച്ചു. അതുകൊണ്ട് ആ ലോകം ലോകക്കാരായിരിക്കാത്ത വിശ്വാസികളെ പകയ്ക്കും. വിശ്വാസികൾ ലോകക്കാരായാൽ പകയ്ക്കാനൊന്നും ബോധമൊന്നുമില്ല. അതുകൊണ്ടാണ് ലോകത്തിന് ഇന്ന് നമ്മളോട് ഈ പറയുന്നത് പോലെയുള്ള വലിയ പകയൊന്നും ഇല്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഡിഫറൻ്റ് ആണ്. ഒരിക്കൽ നമ്മൾ അന്ധകാരത്തിലായിരുന്നു. അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ വിളിച്ചു. നമ്മളെ തെരഞ്ഞെടുത്തു. നിങ്ങളെ യു ആർ ആൻ എലക്ട് റേസ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്ന് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടതാണ്. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനം. അത് നമുക്കൊരു പുതിയ തിരിച്ചറിവ് തരികയാണ്. അതിനാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ ആരാണ്? നേരത്തെ നമ്മൾ ജനമല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ്. നേരത്തെ നമ്മൾ ലോകത്തിൻ്റെ മക്കളായിരുന്നു, ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ അറിയണം. അതറിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കണ്ടു. പിന്നീട് നമ്മൾ പറയുന്നത്, വേദപുസ്തകം തന്നെ പറയുന്നത്, അവർ നിങ്ങളോ എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ യൂദായുടെ ലേഖനത്തിലും മറ്റും നമ്മളവിടെ കണ്ടതാണ്. അവർ പിറുപിറുപ്പുകാർ, നിങ്ങളോ. അവർ നിങ്ങളോ, അവർ നിങ്ങളോ. അവരെയും നിങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് സുവിശേഷം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആരാണ്? നമ്മൾ വേറൊരു സമൂഹത്തിലായിരിക്കാം ജീവിക്കുന്നത്, പക്ഷെ അവിടെയും നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം. ദാനിയേൽ ബാബിലോണിൽ ജീവിച്ചപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ ബാബിലോണിയൻ അല്ല, ഞാൻ എബ്രായനാണ്, ഞാൻ ഇസ്രായേല്യനാണ്, ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്. ഈ ദൈവത്തെ ഒഴികെ ഞാൻ ആരെയും നമസ്കരിക്കുകയില്ല. ഞാൻ അവരെ പോലെ ആവുകയില്ല, ബാബിലോണിയരെ പോലെ ആവുകയില്ല. മോശയുടെ കാര്യം നമ്മൾ പറഞ്ഞു. മോശ കൊട്ടാരത്തിൽ, ദാനിയേലിന്റെ കാര്യത്തിലും ദാനിയേലും കൊട്ടാരത്തിലാണ് വളർന്നത്. പക്ഷെ മോശയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, മോശ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയായി. ഒരു പക്ഷേ അടുത്ത ഫറവോൻ ആകേണ്ട വ്യക്തിയാണ് മോശ. ആ മോശ ഒരിക്കൽ പോലും ഞാൻ മിസ്രൈമ്യനാണെന്ന് പറഞ്ഞിട്ടില്ല. ആ മോശ എപ്പോഴും പരിശ്രമിച്ചത് ഒരു എബ്രായനാകുവാനാണ്. എബ്രായനാകുവാൻ. അവൻ്റെ കൂട്ടുകാർ പോലും അവനെ തള്ളിക്കളഞ്ഞു. കൂട്ടുകാരും എബ്രായരായ ആളുകൾ അവനെ സ്വീകരിച്ചില്ല. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, തൻ്റെ ജനത്തിൻ്റെ രക്ഷ തന്നിലൂടെ നിർവഹിക്കുമെന്ന് മോശ മനസ്സിലാക്കി. പക്ഷേ തൻ്റെ സഹോദരന്മാർ അത് ഗ്രഹിച്ചില്ല. സഹോദരന്മാർ ഗ്രഹിക്കാതിരുന്നപ്പോഴും അവൻ എന്നാ പിന്നെ ഞാൻ മടങ്ങി ഫറവോന്റെ പുത്രിയായിട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ചില്ല. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് അവൻ നിഷേധിച്ചു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളും വേണ്ടാന്ന് വെച്ചു. ഫറവോനാകുവാനുള്ള സാധ്യത പോലും വേണ്ടാന്ന് വെച്ചു. അവനറിയാമായിരുന്നു അവൻ മിസ്രൈമ്യനല്ല, അവൻ ഇസ്രായേല്യനാണ് എന്നുള്ള വിവരം അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളവരെ പോലെ ആകുവാൻ നമ്മൾ പരിശ്രമിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്റ്റലിൽ പോകുമ്പോൾ
അതിനു മുമ്പ് അവരാരാണെന്നുള്ളത് നമ്മളവരെ പഠിപ്പിച്ചു വിടണം. ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നതിൻ്റെ കാരണം ഇതെൻ്റെ വലിയൊരു കൺസേൺ ആണ്. ഈ കാലയളവിലെ വലിയൊരു കൺസേൺ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ആരാണ്. നമ്മൾ അവരുടെ ഇടയിലാണ്, പക്ഷെ നമ്മൾ അവരെ പോലെ അല്ല എന്നുള്ളത്, അവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ള വിവരം, എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞു തന്നെ ഇരിക്കണം. അവരെ നമ്മൾ വിട്ടൊഴിയുക. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പാപത്തിന്റെ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകളെ വിട്ടൊഴിയുക. നീയോ, അവരങ്ങനെയാണ്, പക്ഷെ നീയോ എൻ്റെ ഉപദേശം കേൾക്കുക. ആ ഡിഫറൻസ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അവർ, നിങ്ങൾ എന്ന് പറയുന്ന ആ ഡിഫറൻസ്. നമ്മളവരുടെ ഇടയിലാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവിൻ എന്നാണ്. നമ്മൾ അവരുടെ ഇടയിലാണ് ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ അവരെ പോലെ ആകുവാൻ പാടില്ല. വേർപാട് അനിവാര്യമാണ്. പഴയ നിയമത്തിൽ അവരവരുടെ ജീവിത കാലയളവിൽ വേർപാട് സൂക്ഷിച്ച് ജീവിച്ചവരാണ് വിശുദ്ധന്മാരായ ആളുകൾ. ഹാബേൽ മുതൽ നമ്മൾ പഠിച്ചതാണ്. ഹാബേല്, അതിനുശേഷം നമ്മൾ ഹാനോക്കിനെ കുറിച്ച് പഠിച്ചു, നോഹയെ കുറിച്ച് പഠിച്ചു, അബ്രഹാമിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് ഞാൻ മോശയെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഓടിച്ച് പറഞ്ഞു പോയതേ ഉള്ളൂ. ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ആളുകൾ അവർ അവരുടെ തലമുറയിൽ വ്യത്യസ്തരായിരുന്നു. അബ്രഹാം ലോത്തിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവന് ഒരു പരിധി വരെ അബ്രഹാമിന് ഒരു മാതൃക പോലും കാണിച്ചു കൊടുക്കാൻ ആളില്ലാതിരുന്നപ്പോൾ, എന്നിട്ടും അവൻ ജീവിതത്തിൽ ആ ദൈവിക പാത പിന്തുടർന്നു. ദൈവവുമായിട്ടുള്ളവന്റെ നിരന്തര ബന്ധം കൊണ്ട് മാത്രമാണ്. അവൻ ദൈവത്തെ കണ്ടിറങ്ങിയവനാണ്. അവൻ വേറെ ഒന്നും നോക്കിയില്ല. അവനും ദൈവത്തിനും മധ്യത്തിൽ ആരും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. വസ്തു ഇല്ലായിരുന്നു, പണമില്ലായിരുന്നു, ഒന്നുമില്ല. വിളിക്കുമ്പോൾ തന്നെ അബ്രഹാമിന്റെ വിളി നമ്മൾ 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിടുക എന്നുള്ളതാണ് ആദ്യം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഒരു വലിയ സെപ്പറേഷൻ, ഉപേക്ഷണം അനിവാര്യമാണ്. ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ കർത്താവ്, പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ, ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ ഞാൻ ശിഷ്യത്വത്തെക്കുറിച്ച് 7 ദിവസത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ യേശുവിനെ അനുഗമിക്കുവാനുള്ള ആദ്യത്തെ പടി തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതാണ്. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ഞാനില്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ജീവിതമാണ് എനിക്കുള്ളത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പിന്നീട് നമ്മൾ അബ്രഹാമിന്റെ കാര്യത്തെക്കുറിച്ചെല്ലാം പഠിച്ചു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഇസഹാക്കിന്റെ ചരിത്രം വരുമ്പോൾ, ഇസഹാക്ക് ഇസ്മായേലിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഏശാവിന്റെയും യാക്കോബിന്റെയും ചരിത്രം വരുമ്പോൾ, യാക്കോബ് ഏശാവിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. യോസഫ് അവന്റെ സഹോദരന്മാരിൽ നിന്ന് പോലും വ്യത്യസ്തനായിരുന്നു. അവിശ്വാസികളായ ആളുകളല്ല, അവന്റെ സഹോദരന്മാർ യാക്കോബിന്റെ മക്കളാണ്. എന്നിട്ടും അവരുടെ ഇടയിൽ പോലും യോസഫ് വ്യത്യസ്തനായിരുന്നു. ആ 12 ഗോത്ര പിതാക്കന്മാരുടെ കൂട്ടത്തിൽ പോലും യോസഫ് വ്യത്യസ്തനായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവരെയൊക്കെ ലോകം ഗ്രസിച്ചപ്പോൾ യോസഫിനെ ലോകം ഗ്രസിച്ചില്ല. തന്നെയല്ല, ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന് 2ാമനായി വാഴുന്ന യോസഫ്, ഫറവോന്റെ അടുത്ത ആളാകുവാനല്ല അവന്റെ പരിശ്രമം. അവന്റെ സഹോദരങ്ങൾ, അവന്റെ പിതാവും അവന്റെ സഹോദരങ്ങളും വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവരുടെ കൂടെ ഇടകലരരുത്. നിങ്ങൾ പറഞ്ഞേക്കണം, ഞങ്ങൾ ഇടയന്മാരാണ്, അപ്പം നിങ്ങൾക്ക് ഗോശൻ ദേശം തരും, അവിടെ താമസിച്ചാൽ മതി, അല്ലാതെ വലിയ അടുപ്പത്തിനൊന്നും പോകണ്ട
അങ്ങനെ മിസ്രൈമ്യരോട് അകലം സൂക്ഷിക്കുവാൻ കൊട്ടാരത്തിൽ വളർന്ന യോസഫ് മിസ്രൈമ്യനാകുവാൻ അല്ല പരിശ്രമിക്കുന്നത്, എബ്രായനാകുവാനാണ് പരിശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മോശയും അത് തന്നെ. കൊട്ടാരത്തിൽ വളർന്ന മോശ മിസ്രൈമ്യനാകുവാൻ അല്ല പരിശ്രമിക്കുന്നത്, പ്രത്യുത ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ. അങ്ങനെ മോശ ഇസ്രായേൽ മക്കളെ വേർതിരിച്ചപ്പോൾ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു. അതാണ് പെസഹ. പെസഹ കുഞ്ഞാടിനെ അറുത്ത് രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി അവർ പറഞ്ഞു, ഞങ്ങൾ ഡിഫറൻ്റ് ആണ്, മുദ്ര, ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ മിസ്രൈമ്യരെ പോലെ അല്ല, ഞങ്ങളുടെ ദൈവം യഹോവയാണ് എന്നുള്ളത് പറഞ്ഞു. പോയ കൂട്ടത്തിൽ കുറച്ച് സമ്മിശ്ര ജാതിയുടെ പോയെന്നാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന് 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ. ഇസ്രായേലിന്റെ കൂടെ കുറച്ച് സമ്മിശ്ര ജാതി കൂടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഇസ്രായേലിയൻസ് അല്ലാത്തവനും കുറെ പേര് പറഞ്ഞു, എടാ യുവന്മാരുടെ കൂടെ നമുക്കും കൂടെ കൂടിയേക്കാമെന്ന്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ അതിൻ്റെ 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആളുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും കൂടി അവരോടുകൂടെ പോന്നു. ഇതെല്ലാ കാലയളവിലും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. കർത്താവിനെ കണ്ടിറങ്ങി ചോരത്തളി ആചരിച്ച് പെസഹ കഴിച്ച് ഇറങ്ങി പുറപ്പെടുന്നവരായ വ്യക്തികൾ, അവരുടെ കൂടെ കൂടാൻ ചിലപ്പോൾ കുറച്ച് സമ്മിശ്ര ജാതിയും കൂടെ കാണും. അതെല്ലാ കാലയളവിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്, സഭകളിലും ഉണ്ട്. സഭകളിലും ഈ സമ്മിശ്ര ജാതി പലപ്പോഴും കൂടെ കൂടും. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള നമ്മുടെ പെസഹ കുഞ്ഞാട് ഉടക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട വ്യത്യസ്ത ജീവിതം ജീവിക്കുന്ന യഥാർത്ഥ ആത്മീകരുടെ സഭയിലേക്ക്, അവരുടെ ആരാധനയിലേക്ക് അല്ലാത്ത സമ്മിശ്ര ജാതിയും കയറിപ്പറ്റുവാൻ ഇടയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണെന്ന്. സമ്മിശ്ര ജാതി അവരുടെ കൂടെ കൂടിയെന്ന്. ഞങ്ങളും വരികയാണെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പാട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സന്തോഷമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയും ഇഷ്ടമാണ്, ഞാനും പോരുക നിങ്ങളുടെ കൂടെ. മാനസാന്തരപ്പെട്ടിട്ടില്ല, വീണ്ടും ജനന അനുഭവമില്ല, ദൈവപൈതലായിട്ടില്ല, പക്ഷെ കൂടെ കൂടും. ആ സമ്മിശ്ര ജാതി അവരാണ് പ്രശ്നമുണ്ടാക്കുന്നത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്മിശ്ര ജാതി. അതുകൊണ്ട് ഈ സമ്മിശ്ര ജാതിയെക്കുറിച്ച് നമ്മൾ ഭയങ്കര ബോധേഡായിരിക്കണം. രക്ഷിക്കപ്പെടാത്ത ആളുകൾ സഭകളിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവർ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണിക്കാൻ പാടില്ല. അവർ ദുരാഗ്രഹികളാകും, നമ്മൾ ദുരാഗ്രഹികളാകാൻ പാടില്ല. പലപ്പോഴും ഇസ്രായേൽ മക്കളുടെ വലിയൊരു പരാജയത്തിന് കാരണമായത് ഈ സമ്മിശ്ര ജാതി കൂടെ കൂടിയതാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ഇസ്രായേലിനെ കുറിച്ച് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ബിലെയാം സുഭാഷിതം ചൊല്ലുമ്പോൾ പറയുന്നത് ഒരു കാര്യമുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ തയ്യാറാകാത്ത തനിച്ചു പാർക്കുന്ന ഒരു ജനം, അതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. അവര് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തവരാണ്. യോശുവയുടെ പുസ്തകത്തിൽ അതിൻ്റെ 24-ാം അധ്യായത്തിൽ, ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണവും ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അവയിൽ പാർക്കുന്നു, നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടെയും വിശ്വസ്തയോടെയും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു. യോശുവ പറയാണ്,
ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്നും ആവശ്യമായിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു റെസൊല്യൂഷനാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇസ്രായേൽ മക്കൾ, യോശുവ പറയാണ്, ഇസ്രായേൽ മക്കളോടാ പറയുന്നത്, നിങ്ങൾ വേറെ ദേവന്മാരുടെ പുറകെ പോയെന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പുറകെ പോയാൽ ഞാൻ വരത്തില്ല. നിങ്ങൾ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ നോക്കിപ്പോയാൽ ഞാൻ വരത്തില്ല. രാഷ്ട്രീയം കളിക്കാൻ എന്നെ കിട്ടത്തില്ല. ഇതൊക്കെ പറയാനുള്ള തൻ്റെ ഇടം വേണം നമുക്ക്. യോശുവ പറയാണ്, നിങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ പോക്കോ, നിങ്ങളിത് നശിപ്പിച്ചേ അടങ്ങൂ എന്ന്. അങ്ങനെ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, നാശത്തിലേക്ക് പോകുന്ന ഒരു സമൂഹത്തോട് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം, നിങ്ങൾ അങ്ങനെ പൊക്കോ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആരോടാ പറയുന്നത്? ഇസ്രായേൽ മക്കളോടാ പറയുന്നത്. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ പാർത്തപ്പോൾ മിസ്രയീമിലെ ദൈവങ്ങളെയൊക്കെ ആരാധിച്ച ആളുകൾ അതിനകത്തുണ്ട്, കാളദൈവങ്ങളെയൊക്കെ. അവരുടെ ദൈവങ്ങളുടെ പുറകെ പൊക്കോ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അമോര്യരുടെ, കനാൻ നാട്ടിലെ അമോര്യരുടെ ദൈവങ്ങളെ നിങ്ങൾ സേവിച്ചോ. എന്നെ കിട്ടത്തില്ല. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ ഒരു തൻ്റെ ഇടം. ഏതാണെങ്കിലും അന്നേരം ഇസ്രായേൽ ജനത പറഞ്ഞ, അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായും ഇസ്രായേൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴികളിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ദേശത്ത് പാർത്തിരുന്ന അമോരിയർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, ദൈവം ഇവർക്ക് ചെയ്ത ഉപകാരങ്ങളെ ഒക്കെ കണ്ടോണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. റിലേഷനേക്കാൾ ഉപരി അവിടെ ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ കണ്ടിട്ടാണ്. ദൈവം അവർക്ക് ചെയ്ത നന്മ കണ്ടിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. ശരിക്കും ഇന്നും പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. എന്തുകൊണ്ട് നമ്മൾ യഹോവയെ സേവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു? പലപ്പോഴും നമ്മൾ പറയുന്നത്, യേശു അല്ലയോ എൻ്റെ രോഗം സൗഖ്യമാക്കിയത്, യേശു അല്ലയോ എനിക്ക് വീടില്ലാതിരുന്നപ്പോൾ എനിക്കൊരു വീട് തന്നത്, യേശു അല്ലയോ കാറില്ലാതിരുന്നപ്പോൾ എനിക്കൊരു കാറ് തന്നത്. ഞങ്ങൾ യേശുവിനെ സേവിക്കും. പ്രിയമുള്ളവരെ, അതൊന്നുമല്ല യേശുവിനെ പിൻപറ്റുവാനുള്ള നമ്മളെ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ടാക്കുന്നത്. യേശു ആരാണെന്നറിയണം, യേശുവിൻ്റെ മകനാകണം, യേശു ഉള്ളിൽ വസിക്കണം. അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഇസ്രായേൽ മക്കൾക്കില്ലായിരുന്നു. അതുകൊണ്ട് യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് യഹോവയെ സേവിക്കാൻ കഴിയത്തില്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. യോശുവ പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ഈ ദൈവത്തെ സേവിക്കാൻ. നേരത്തെ അവൻ നിനക്ക് നന്മ ചെയ്തെങ്കിൽ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇവരാരും പറഞ്ഞില്ല യഹോവ എൻ്റെ യഹോവയാ, ഈ യഹോവയാണ് ഞങ്ങളുടെ ദൈവം എന്ന് ആ രീതിയിൽ പറഞ്ഞില്ല. ഈ ദൈവത്തെ സേവിക്കുന്നതാണ് നല്ലത്. കാര്യം ഈ ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടും, പൈസ കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും. ഇതൊക്കെയാ പ്രസംഗിക്കുന്നതും. ഈ യേശുവിനെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ക്രൂസൈഡിനൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട് നിനക്ക് വീട് തരാൻ, നിനക്ക് കാറ് തരാൻ, നിന്റെ രോഗം സൗഖ്യമാക്കുവാൻ, നിന്റെ മോനെ അഡ്മിഷൻ തരാൻ, അവനെ കാനഡയ്ക്ക് പറഞ്ഞു വിടാൻ യേശു വന്നിട്ടുണ്ട്. ഈ യേശുവിനെ ആർക്ക് വേണം? ഈ യേശുവിനെ ആർക്കാ വേണ്ടാത്ത?
റിലേഷൻ ഇല്ലാതെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർ, അവരെ പോലെ ആകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ വഞ്ചിക്കുകയാണ്. യേശുവുമായുള്ള ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ല, വീണ്ടും ജനനാനുഭവം പ്രാപിക്കുന്നില്ല. അങ്ങനെ വളരെ ഈസി ആയിട്ട് ദൈവത്തെ സേവിക്കാനാണ് ഇന്ന് പ്രസംഗകർ തന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല. യോശുവ പറയാണ്, അതിന് നിനക്ക് കഴിയില്ല. ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞു, ഓക്കെ, അത് നിങ്ങൾ സാക്ഷികൾ. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ചായിപ്പീൻ എന്ന് അവൻ പറഞ്ഞു. ഇന്നത്തെ കാര്യം എന്താണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോഴും അന്യദൈവങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഈ ഇസ്രായേലിലുണ്ടെന്നുള്ളതാ. നമ്മുടെ സഭകളിലും അന്യദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും അന്യദൈവങ്ങൾ ധാരാളമുണ്ട്. അന്യദൈവങ്ങൾ വിശ്വാസികളുടെ വീട്ടിലും അന്യദൈവങ്ങൾ ധാരാളമുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, പൗരസ്ത്യ മതങ്ങളിൽ ഓരോ ദൈവത്തിനും ഓരോ പേരുണ്ട്. പണത്തിന്റെ ദൈവമാണ് ലക്ഷ്മി. പണത്തിന്റെ ദൈവം ലക്ഷ്മി. പഠിത്തത്തിന്റെ ദൈവം സരസ്വതി. ഗ്രീക്ക് ചിന്ത അനുസരിച്ച് ശക്തിയുടെ ദൈവം അപ്പോളോ. അങ്ങനെ ഓരോന്നിനും ഓരോ ദൈവങ്ങളുണ്ട്. നമ്മൾ ഇവരെ ആരെയും ആരാധിക്കുന്നില്ലെന്ന് നമ്മൾ പറയും, വീമ്പിളക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ പിള്ളേരോട് പറയുന്നത്, എടാ, ഇക്കാലത്ത് കാശില്ലെങ്കിൽ ആർക്ക് വേണമാടാ നിന്നെ? എടാ, പണം ഉണ്ടാക്കാൻ നോക്ക്. പണമാടാ ഏറ്റവും വലിയ കാര്യം. പൈസ ഉള്ളവനെ മാത്രമേ ആരും ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ നോക്കുന്ന പിള്ളേരോട് പറയുന്നവൻ ലക്ഷ്മിയെ ആരാധിക്കുന്നവനാണ്. ഇക്കാലത്ത് അതിനേക്കാൾ വലിയ ദൈവം സരസ്വതി, പഠിത്തത്തിന്റെ ദൈവം. പിള്ളേർ പഠിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് പഠിത്തത്തിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ദൈവം പോലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞായറാഴ്ച ആരാധനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ട്യൂഷന് പോകാതിരിക്കത്തില്ല. നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് പഠിത്തമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആത്മീയത പോലും പഠിത്തത്തിനപ്പുറത്തേക്ക് മാറ്റി നിർത്തുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ അന്യ ദൈവത്തെ ആരാധിക്കുകയാണ്, സരസ്വതിയെ ആരാധിക്കുകയാണ്. പിന്നെ ഞാൻ പറയാറുണ്ട്, ഇക്കാലത്ത് മറ്റൊരു ദൈവമാണ് ശക്തിയുടെ ദൈവം, അഥവാ ആരോഗ്യത്തിന്റെ ദൈവം. ഇന്ന് ഏറ്റവും കൂടുതൽ വാട്സാപ്പ് മെസ്സേജസ് പോകുന്നത് ഹെൽത്ത് ടിപ്പുകളാണ്, ആത്മീയമൊന്നുമല്ല. കാനവച്ചൻ പണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് രണ്ട് വ്യക്തികൾ, പ്രത്യേകിച്ച് സുവിശേഷകർ, തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയുന്നത്, ബ്രദറെ, എങ്ങനെയുണ്ട് സഭയിലെ കാര്യങ്ങളൊക്കെ? പരസ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ആരാധനയ്ക്കൊക്കെ ആളുകൾ വരുന്നുണ്ടോ? ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് സഭയിലെ കാര്യങ്ങളൊക്കെ? അതൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ബൈബിൾ ക്ലാസ് വല്ലതും നടന്നോ ഈയിടെ? അതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, അന്ന് സൈക്കിളാണ് അന്നത്തെ പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈക്കിൾ മാറി, എല്ലാവർക്കും സ്കൂട്ടറായി കഴിഞ്ഞപ്പോൾ ഉപദേശിമാർ പോലും തമ്മിൽ കണ്ട ഉടനെ ചോദിക്കുന്നത് സഭയിലെ കാര്യങ്ങളൊന്നും അല്ല, മൈലേജ് എത്ര ഉണ്ട്? വണ്ടിയുടെ മൈലേജ് ആയി പ്രശ്നം, മറ്റൊന്നുമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കാറായി. ഏത് മോഡലാ?
അതൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഷുഗറും പ്രഷറും ഒക്കെ ആയി. അപ്പൊ കാണുമ്പോൾ ഉടനെ ചോദിക്കുന്നത് ഷുഗർ എത്ര ഉണ്ട്? ആത്മീയ കാര്യങ്ങളൊക്കെ തീർന്നു, ഷുഗർ എത്ര ഉണ്ട്? ഇതുപോലെയുള്ള സംസാരങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോളോയുടെ ആരാധകരായി പോവുകയാണ് നമ്മൾ. ആത്മീക കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിൽ, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീകരാണെങ്കിൽ ആത്മീകമായി തന്നെ നമ്മൾ സംസാരിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ലൗകികന്മാരാകയാൽ ലോകത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നെന്ന്. അവർ ലൗകികന്മാരായതുകൊണ്ട് ലോകത്തിലുള്ള കാര്യങ്ങൾ അതേ ഇന്ന് സംസാരിക്കാനുള്ളൂ. അത് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ എത്ര പേര് തമ്മിൽ കാണുമ്പോൾ കർത്താവ് വരാറായി മക്കളെ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സംസാരമൊക്കെ ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ അതൊന്നും കേൾക്കാനേ ഇല്ലാത്ത നിലയിലേക്ക് നമ്മൾ പോയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു കാര്യം ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യഹോവയായ ദൈവത്തെ ഞങ്ങൾ സേവിക്കും, ഞങ്ങളുടെ വാക്ക്, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശേഖമിൽ വെച്ച് ഒരു ചട്ടവും ഒരു പ്രമാണവും നിശ്ചയിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ മന്ദിരത്തിന് മുമ്പേ ഉള്ള കരിവേലകത്തിന് കീഴെ നാട്ടിയും വെച്ച് യോശുവ സകല ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, ഇത് യഹോവ നമ്മോട് കൽപ്പിച്ച വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിനെ തിരിച്ചറിയുകയും അവന്റെ നിയമങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എന്നുള്ളത്, ഉടമ്പടിയിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരോടുള്ള ആ നിലയിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനെക്കുറിച്ചും അല്പം, ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾക്കറിയാം, ഓടിച്ചു പറയുകയാണ് കാര്യങ്ങളൊക്കെ. പഴയ നിയമത്തിലെ എല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കനാൻ നാട്ടിൽ അവർ സെറ്റിൽ ചെയ്തു യോശുവയുടെ കാലഘട്ടത്തിന് ശേഷം. ന്യായാധിപന്മാരുടെ കാലം വന്നപ്പോൾ യോശുവ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള അവിടെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആ ജനത്തെ നീക്കിക്കളയണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ, അന്ന് ഒരു രാജ്യത്തിന്റെ സെറ്റിൽമെന്റ് എന്നുള്ള നിലയിലേക്ക് വന്നതുകൊണ്ടാണ് ആ നിയമങ്ങളൊക്കെ വന്നത്. അതുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത്. അല്ലാതെ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളവരെ നീക്കിക്കളയാനൊന്നും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നീക്കിക്കളയേണ്ടത് നിങ്ങളുടെ സാമ്രാജ്യത്തിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ സാമ്രാജ്യത്തിൽ നിന്നാണ് നീക്കിക്കളയേണ്ടത്. അല്ലാതെ യുദ്ധം ചെയ്ത് നീക്കാനൊന്നും ദൈവം നമ്മളെ ഇക്കാലത്ത് ആക്കിയിട്ടില്ല. എന്നാൽ സെറ്റിൽമെന്റിന്റെ സമയത്ത് അവരിൽ മിക്കവരും അവരുടെ ആ ലോക്കൽ ആൾക്കാരെ അവർ നീക്കിക്കളഞ്ഞില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം വാക്യം 20-ാമത്തെ വാക്യത്തിൽ കാലേബ് അനാക്കിന്റെ പുത്രന്മാരെ നീക്കിക്കളഞ്ഞു. എന്നാൽ 21-ാം വാക്യം വായിക്കുമ്പോൾ ബെന്യാമീൻ മക്കൾ യെരൂശലേമിൽ നിന്ന് യെബൂസിയരെ നീക്കിക്കളഞ്ഞില്ല. കാലേബ് നീക്കിക്കളഞ്ഞു, അനാക്കിന്റെ മക്കളെയൊക്കെ നീക്കിക്കളഞ്ഞു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വായിക്കുന്ന മുഴുവൻ വാക്യങ്ങളും നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവർ നീക്കിക്കളഞ്ഞില്ല. കാര്യം അവർ പറഞ്ഞു, ഇരിക്കട്ടെ, അവരും കൂടെ ഉള്ളത് നമുക്കൊരു സഹായമാണ് എന്ന് പറഞ്ഞ് അവരെ കൂടെ ആക്കിയിരിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം ദൈവം അവർക്ക് രാജാക്കന്മാരെ കൊടുത്തു, ശൗലിനെ കൊടുത്തു. ശൗല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർപാട് സൂക്ഷിച്ചവനല്ല. എന്നാൽ അതിനുശേഷം ദാവീദിനെ കൊടുത്തു. ദാവീദ് വേർപാട് സൂക്ഷിച്ചവനാണ്. അവന്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായാലും
ദാവീദ് വേർപാട് സൂക്ഷിച്ചവനാണ്, ദൈവികമായി ജീവിക്കുവാൻ പരിശ്രമിച്ചവനാണ്. ഞാൻ മുന്നോട്ട് പോട്ടെ. ശലോമോന്റെ കാലം വന്നപ്പോൾ ശലോമോൻ വേർപാട് സൂക്ഷിച്ചേയില്ല. അവൻ 100 കണക്കിന് പത്നിമാരെ എടുത്തു. ഞാൻ ആലോചിച്ച് നോക്കി, ശൂലേമിയുടെ കാര്യത്തിലൊഴികെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ, അത് നമുക്കറിയില്ല പ്യുവർലി ശലോമോന്റെ ഭാര്യ എന്ന നിലയിലാണോ ഇല്ലയോ എന്ന്. അങ്ങനെ 2 അഭിപ്രായമുണ്ട്. അതോ അവൾക്ക് മറ്റൊരു പ്രിയനുണ്ടോ എന്നുള്ളത്, മറ്റൊരു പ്രിയനാണോ അവളുടെ യഥാർത്ഥ പ്രിയൻ, ശലോമോൻ അവളെ അപഹരിക്കാൻ നോക്കിയതാണോ എന്ന് നമുക്ക് പലപ്പോഴും വ്യാഖ്യാതാക്കൾ തമ്മിൽ സംശയങ്ങളുണ്ട്. പക്ഷെ അത് പോട്ടെ. അത് കഴിഞ്ഞാൽ, അത് നോക്കിയാൽ അവൻ ഇസ്രായേൽ മക്കളിൽ നിന്ന് ഭാര്യമാരെ എടുക്കുന്നത് നമ്മൾ കാണുന്നേ ഇല്ല. അവൻ എപ്പോഴും ഭാര്യമാരെ എടുത്തത് വിജാതീയരിൽ നിന്നാണ്. വേർപാട് സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതായ ശലോമോൻ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശലോമോന് ശേഷം രാജ്യം 2ആയിട്ട് വിഭാഗിക്കപ്പെടുകയാണ്, യഹൂദയും ഇസ്രായേലും. അതിൽ തന്നെ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം നമ്മൾ ഓരോ അധ്യായം വായിക്കുമ്പോൾ ആ ഓരോ അധ്യായവും എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദ കുറച്ചൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ ഇസ്രായേൽ അവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തരായി പോകുന്നതായ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയാണ്. അത് ഓരോ അധ്യായവും വെച്ച് പഠിക്കാൻ ഉണ്ട്. അത് തന്നെ പക്ഷെ ഒരു കോഴ്സാണ്. അതുകൊണ്ട് ഞാൻ ആ രംഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ യഹൂദ ഇസ്രായേലിനെ പോലെ ആകരുത്. അതാണ് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇസ്രായേലിനെ പോലെ നമ്മൾ എന്താകരുത്? ഒരിക്കലും യഹൂദ ഇസ്രായേലിനെ പോലെ ആകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ 2 ദിനവൃത്താന്തങ്ങളും 9-ാം വാക്യം വായിക്കുമ്പോൾ ശലോമോന്റെ മരണം അവിടെ കാണുന്നു. 10-ാമത്തെ അധ്യായത്തിലാണ് ഡിവിഷൻ നമ്മൾ കാണുന്നത്, യഹൂദയും ഇസ്രായേലും തമ്മിലുള്ള ഡിവിഷൻ. അതിനുശേഷം നമ്മൾ കാണുന്നത് 11-ാം അധ്യായത്തിൽ യഹൂദ ദൈവശബ്ദം ശ്രദ്ധിക്കുന്നു, എന്നാൽ ഇസ്രായേൽ ദൈവശബ്ദം ശ്രദ്ധിക്കുന്നില്ല. സായസാനന്ദ നെറ്റിന്റെ പ്രയാസമുണ്ട്, ശരിയാവുമെന്ന് വിചാരിക്കുന്നു. കർത്താവിന് മഹത്വം. Praise the Lord Jesus. Hallelujah. കളങ്കമറ്റേശുവേ കാറയില്ലാതെ നിർത്തിയിടുക. കളങ്കമറ്റേശുവേ കാറയില്ലാതെ കളങ്കുകാടൽ തീരത്തിരുന്നു ഞാനെന്റെ കളങ്കുകാടൽ തീരത്തിരുന്നു എന്റെ മധുരഗാനം രഥമാതിലേറിഗമിപ്പാൻ മധുരഗാന രഥ
ഗമിപ്പാൻ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ. ഓക്കെ സാർ. സാർ സൗണ്ട് ഇല്ല. ഓക്കെ ഓക്കെ സോറി, ഇവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ടാണ്. നമ്മള് സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മള് മുന്നോട്ട് പോവുകയാണ്. വ്യത്യസ്തരാകുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ വ്യത്യസ്തരാകുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു നമ്മൾ മിസ്രൈമ്യരെ പോലെ ആകരുത്, നമ്മൾ കനാന്യരെ പോലെ ആകരുത്. ലേവ്യ പുസ്തകത്തില് നമ്മള് അതിന്റെ 18-ാം അധ്യായം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തില് അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. അവരുടെ കൾച്ചർ പോലും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, നമ്മൾ ഏത് കൾച്ചറാണ് ഫോളോ ചെയ്യേണ്ടത്, ഇന്ത്യൻ കൾച്ചറാണോ അമേരിക്കൻ കൾച്ചറാണോ? ഞാൻ പറഞ്ഞു, ഇതൊന്നുമല്ല നമുക്ക് ആവശ്യം ഒരു ബിബ്ലിക്കൽ കൾച്ചറാണ്. ഒരു ബിബ്ലിക്കൽ കൾച്ചർ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. ഒരു ബിബ്ലിക്കൽ കൾച്ചർ. നമ്മള് എല്ലാ സമയങ്ങളിലും നമ്മള് ആ ദൈവ വചനത്തിൽ ദൈവികമായ നിലയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതായ ഒരു കൾച്ചറിനെ കുറിച്ച്, അങ്ങനെ നമ്മൾ വ്യത്യസ്തരാകുവാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ ഈ കാലയളവിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് മതങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നത്തെ സെക്യുലറിസമാണ്. മറ്റ് മതങ്ങൾ ആത്യന്തികമായി മനുഷ്യനെ ഉയർത്തുന്ന, എന്റെ സ്വയത്തെ ഉയർത്തുന്ന, നിങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു, അതാണ് അവർ പഠിപ്പിക്കുന്നത്. മറ്റു മതങ്ങളിലാണെങ്കിലും പൗരസ്ത്യ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ദൈവം, എന്നെ ദൈവമാക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മനുഷ്യനെ ഏറ്റവും വലിയവനാക്കുന്നതായ അവസ്ഥ. ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും നോക്കുന്ന ഒരു കാര്യം, ചിന്തിക്കുന്ന ഒരു കാര്യം, ടെക്നോളജി നമ്മളെ അങ്ങ് രക്ഷിക്കുമെന്നും ടെക്നോളജിയാണ് ഏറ്റവും വലുതെന്നുമാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി YMCAയിൽ താമസിക്കുകയാണ്. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയപ്പോൾ ഒരു മറാഠി ബിസിനസ്സുകാരനുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ യേശുവിന്റെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അയാള് എന്നോട് പെട്ടെന്ന് ചോദിച്ചു, ഓ യു ആർ എ റിലീജിയസ് പേഴ്സൺ? ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ ഹൗ യു വിൽ കോൾ മീ, ബട്ട് ഇഫ് യു ആസ്ക് മീ, യെസ് ഐ സ്പീക്ക് അബൌട്ട് ഗോഡ്, ഐ ബിലീവ് ഇൻ ഗോഡ്. ഉടനെ ഇയാൾ എന്നോട് പറയാണ്, ഞാൻ ചിന്തിച്ചത് നിനക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കുമെന്നാണല്ലോ. അതായത് അയാളുടെ നോട്ടത്തിൽ വിദ്യാഭ്യാസം ഉള്ളവൻ റിലീജിയസ് ആകത്തില്ല, അവൻ സെക്യുലർ ആയിരിക്കും. ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസം ഇതുമായിട്ട് എന്താ ബന്ധം സാർ? വാട്ട് എവർ വി നീഡ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് സയൻസ് ആണ്.
അതുകൊണ്ട് സയൻസ് ആണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രമല്ല സയൻസ് തരുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ നശിപ്പിക്കുന്നതും സയൻസ് തരുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെന്താ? ഞാൻ പറഞ്ഞു, സയൻസ് എന്ന് പറയുന്നത് അറിവാണ്, നോളജാണ്. നോളജ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു, E=mc² എന്ന് പറയുന്ന ഒരു തത്വം. ആ തത്വം വെച്ച് നമ്മൾ ആറ്റത്തെ വിഭജിക്കുന്ന സ്ഥലം വരെ എത്തിയല്ലോ. അപ്പൊ ആറ്റത്തെ വിഭജിക്കുന്ന സത്യം നമുക്ക് മനസ്സിലായാൽ ആ നോളജ് നമുക്ക് ഉണ്ടായെന്ന് വെച്ചു. ആ നോളജ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം. ആറ്റം ബോംബ് മനുഷ്യനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ആറ്റം റിയാക്ടർ മനുഷ്യന് നന്മ ചെയ്യുന്നു. അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ മനുഷ്യന്റെ മൊറാലിറ്റിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ മൊറാലിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരിക്കൽ ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയിലെ ഒരു സെക്യുലർ മീറ്റിംഗ് എന്നെ ഒരിക്കൽ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എടുത്ത ഒരു കാര്യം, ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ടെക്നോളജി വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ. ടെക്നോളജി വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ. മൊറാലിറ്റി ഇല്ലാത്ത ടെക്നോളജി ഒരു വലിയ ഡിസാസ്റ്റർ ആണ്. അതാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. ടെക്നോളജി വളരുന്നുണ്ട്, പക്ഷെ മൊറാലിറ്റി തകരുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പതനത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ അദ്ദേഹത്തോട് ടെസ്റ്റിമണിയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇന്നത്തെ ഒരു വലിയ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റിലീജിയനേക്കാൾ വലുതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. സെക്യുലറിസം. ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇതേപോലെ എനിക്കൊരു അനുഭവം ഒരിക്കലുണ്ടായി. ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളെ ഞാൻ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ കണ്ടു. ഇപ്പോഴല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അദ്ദേഹം, ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കൊറിയന്നൂരാണ് എന്റെ വീട്. അവിടെ ഇന്ത്യൻ എക്കണോമിക് സർവീസിലുള്ള ഒരാളുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എന്റെ കസിനാണ്, ഈസ് മൈ ബ്രദർ. ഓ, അദ്ദേഹം എന്നെ ഒത്തിരി, ഞാൻ IAS-ലാണ്, ഇന്ത്യൻ എക്കണോമിക് സർവീസിലാണ്, എന്നെ അദ്ദേഹം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാണുമ്പോൾ എന്റെ അന്വേഷണം അറിയിക്കണം എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. എന്നാൽ ഞാന് എന്റെ കയ്യിലിരുന്ന ഞാൻ എഴുതിയ ഒരു ബുക്ക്, ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി എന്ന് പറഞ്ഞൊരു ബുക്ക്. ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി എന്ന് തന്നെയല്ല, ഒരു ചെറിയ ബുക്ക്ലെറ്റാ, എന്റെ ഒരു ജീവിതാനുഭവമാണ്. ഒരു മരണം താഴ്വര അത്യുന്നതന്റെ മറവിലവും എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളമുണ്ട്. ഞാൻ എന്റെ ഇംഗ്ലീഷ് ബുക്ക് എന്റെ ഇരുന്നത്. അപ്പൊ അത് ഇദ്ദേഹത്തിന് കൊടുത്തു. സർ, യു ക്യാൻ ഹാവ് ഇറ്റ്, ഐ റോട്ട് ദിസ് ബുക്ക്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നോ, ഐ ഡോണ്ട് റീഡ് ദിസ് കൈൻഡ് ഓഫ് ബുക്സ്. ദിസ് ഈസ് എ റിലീജിയസ് ബുക്ക്, റൈറ്റ്? ഐ എം നോട്ട് റിലീജിയസ്, ഐ എം സെക്യുലർ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല, ഞാന് റാഷണാലിറ്റി മാത്രമേ, ഞാൻ ഒരു റാഷണൽ മാനാണ്, യുക്തിയാണ് എനിക്ക് വലുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ഓക്കെ, ബട്ട് സർ, ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ, റാഷണാലിറ്റി അതാണ് ഏറ്റവും വലുതെങ്കിൽ, അൾട്ടിമേറ്റ് ആണെങ്കിൽ, അൾട്ടിമേറ്റ് അതാണെന്ന് അദ്ദേഹം പറഞ്ഞത്, അൾട്ടിമേറ്റ് റാഷണാലിറ്റിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, റാഷണാലിറ്റി അൾട്ടിമേറ്റ് ആണെങ്കിൽ അൾട്ടിമേറ്റ് ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാകത്തുള്ളൂ, ഏറ്റവും ആത്യന്തികം എന്ന് പറഞ്ഞ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ റാഷണാലിറ്റിയും സാറിന്റെ റാഷണാലിറ്റിയും വ്യത്യാസമാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഏതാ അൾട്ടിമേറ്റ്, എന്റേതാണോ സാറിന്റെ ആണോ? വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു. ദാറ്റ് മേക്സ് സെൻസ്. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഉടനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതും പോട്ടെ സാറേ, ഇനി സാറിന്റെ റാഷണാലിറ്റിയാണ് അൾട്ടിമേറ്റ് എങ്കിൽ പോലും സാറിന്റെ ഇന്നലത്തെ റാഷണാലിറ്റി അല്ലല്ലോ ഇന്നത്തെ റാഷണാലിറ്റി, ഇന്നലത്തെ യുക്തി അല്ലല്ലോ ഇന്നത്തെ യുക്തി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആത്യന്തികം? അപ്പൊ അദ്ദേഹത്തിന്
ശരിക്കും അതിനോട് ആ സംസാരം വളരെ സന്തോഷമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതുകൊണ്ട് യുക്തിയാണ് ആത്യന്തികം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. ഉടനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇതൊന്നും വേണ്ട, സാറിന്റെ ഇന്നലത്തെ യുക്തി ഇന്നത്തെ യുക്തിയും ഒന്നും ചിന്തിക്കണ്ട, തല ചെന്ന് ഭിത്തിയിലിടിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ എല്ലാ യുക്തിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ബുക്കിങ് തന്നേരും, ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ബുക്കിങ് തന്നേക്കാൻ പറഞ്ഞു. എന്റെ ആ ബുക്ക് വാങ്ങി. എന്ന് ഞാൻ ചോദിച്ചു, സാറ് യുക്തിവാദിയാണ്, സാറ് വായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബുക്ക്? ഐ വിൽ ഗിവ് ഇറ്റ്. ഉടനെ പറഞ്ഞ് എന്റെ മോൾക്ക് കൊടുക്കാനാണ്, ഷീ ഈസ് എ ക്രിസ്ത്യൻ. ഉടനെ ഞാൻ ചോദിച്ചു, സാറേ യു ആർ എ ഹിന്ദു, യു ആർ എൻ എത്തിസ്റ്റ്, യു ആർ എ റാഷണലിസ്റ്റ്, then how come your daughter is a Christian? ഉടനെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു എക്കണോമിക് സബ്മിറ്റിന് വേണ്ടി ലണ്ടനിൽ പോയിരുന്നു. അന്ന് അവിടെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള എക്കണോമിസ്റ്റുകൾ വന്നിരുന്നു. അതിനകത്ത് ഒരു സ്ത്രീ, അവര് ബ്രസീലിൽ നിന്നോ മറ്റോ വന്നതാണ്. ബ്രസീലല്ല, വേറൊരു സ്ഥലമാണ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ അവര് എനിക്ക് ഒരു ഇന്റർനാഷണൽ ബൈബിള് വായിക്കാൻ തന്നു. ഞാനത് വായിച്ചൊന്നുമില്ല, ഞാനതെടുത്ത് പെട്ടിക്കകത്തിരുന്നു. ഡൽഹിയിൽ വന്ന് പെട്ടി തുറന്നപ്പോൾ എന്റെ മോൾ അത് കണ്ടു, അതെടുത്ത് വായിച്ചു. അവളിപ്പോ ഒരു ക്രിസ്ത്യനാണെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്യന്തികത, അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ദൈവമാണെന്നുള്ളതിന് എനിക്ക് ഇത്രയും തെളിവ് മതി. കാര്യം ഒരു റാഷണലിസ്റ്റായ അങ്ങ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, അവരുടെ ഈ 2 ബൈബിൾ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അവരൊരു ബൈബിള് സാറിന് തന്നത്. സാധാരണ രീതി സാറത് താമസിക്കുന്ന ഹോട്ടലിൽ ഇട്ടേച്ച് പോരതേ ഉള്ളൂ. പക്ഷെ അതിന് പകരം ആ പെട്ടിക്കകത്തിട്ടു ഡൽഹിയിൽ വന്നു, മോൾ എടുത്തു, അത് വായിച്ചു. ഇതിനകത്തെല്ലാം ദൈവത്തിന്റെ കരം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ ആത്യന്തികത അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ നമ്മുടെ വിശ്വാസത്തിന്റെ എതിരായി നിൽക്കുന്നത് മതമാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാമെങ്കിലും അതിനേക്കാൾ കഷ്ടമായിട്ട് സെക്യുലറിസം, അല്ലെങ്കിൽ സെക്യുലറിസം ഇന്ന് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ലോകം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ ദൃഷ്ടിയിൽ അതിന് ഭയങ്കര വിലയാണ്. എന്നാല് വിശ്വാസി ലോകത്തിൽ നിന്ന് വേർപെട്ടവനായിരിക്കണമെന്ന് വേദപുസ്തകത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഭാഗത്തിലും അല്ലാതെയും എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിൽ ലോകത്തിൽ തന്നെ വേർപെട്ടവനായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. നമ്മൾ മനസ്സിലാക്കണം, വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ വേർപാട് സൂക്ഷിക്കേണ്ടത് ലോകത്തോടാണ്. വേർപാട് സൂക്ഷിക്കേണ്ടത് ഒന്നാമത് നമ്മൾ വേർപാട് സൂക്ഷിക്കേണ്ടത് ലോകത്തോടാണ്. പഴയ നിയമത്തിൽ മിസ്രൈമ്യരോട് വേർപാട് സൂക്ഷിക്കണം, കനാന്യരോട് വേർപാട് സൂക്ഷിക്കണം, സമ്മിശ്ര ജാതിയോട് വേർപാട് സൂക്ഷിക്കണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ യഹൂദ രാജ്യം ഇസ്രായേലിനോട് വേർപാട് സൂക്ഷിക്കണം, ബാബിലോണിനോട് വേർപാട് സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, ലോകത്തോട് നമ്മൾ വേർപാട് സൂക്ഷിക്കണം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു.
അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത്. ലോകം അവരെ പകച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ലോകക്കാരെ പകയ്ക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പകയ്ക്കുകയല്ല, നമ്മൾ അങ്ങോട്ട് പകയ്ക്കുകയല്ല, നമ്മൾ ലോകത്തെയാണ് പകയ്ക്കേണ്ടത്, ലോകക്കാരെ അല്ല. നമ്മൾ സാധാരണ പറയുമല്ലോ, ഗോഡ് ഹേറ്റ്സ് സിൻ ആൻഡ് ഹി ലവ്സ് ദ സിന്നേഴ്സ്. ദൈവം പാപത്തെ വെറുക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു. അതുപോലെ നമ്മൾ ലോകത്തോട് വേർപെട്ടവരായിരിക്കണം, പക്ഷെ ലോകക്കാരെ സ്നേഹിക്കണം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. കർത്താവ് പറയാണ്, എന്റെ മക്കൾ അവർ ലൗകികന്മാരല്ല. ദേ ആർ നോട്ട് ഓഫ് ദ വേൾഡ് ആസ് ഐ എം നോട്ട് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ ആളല്ല, അതുപോലെ എന്റെ ജനവും ലോകത്തിന്റെ ആളുകളല്ല. പ്രിയമുള്ളവരെ, ഇത് കർത്താവ് പറഞ്ഞ ഈ വാചകം നമ്മൾ എപ്പോഴും ഓർക്കണം. ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്ന് ഞാൻ ഓർക്കുന്നത് പോലെ എപ്പോഴും ഓർക്കണം. ഞാൻ ലോകക്കാരനല്ല എന്നുള്ളത് ഓർത്തുകൊണ്ടിരിക്കണം. ഞാൻ വ്യത്യസ്തനായിരിക്കണം. ഞാൻ ഈ ലോകക്കാരനല്ല, ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ലോകക്കാരനല്ല. ഞാൻ, കർത്താവ് പറയുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മൾ ലോകത്തിലാണ്, പക്ഷേ നമ്മൾ ലോകക്കാരല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ലോകത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. എപ്പോഴും ലൗകികമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അവൻ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവനാകുന്നു, നിങ്ങളെ തന്നെ മനുഷ്യരുടെ ദൃഷ്ടിയിൽ നീതീകരിക്കുന്നവനാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. മനുഷ്യരുടെ what is great, what is exalted among men is an abomination in the sight of God. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും വലുതായി കണക്കാക്കപ്പെടുന്നത് ദൈവത്തിന്റെ മുമ്പിൽ അറപ്പാകുന്നത്. ലൗകികമായ വളർച്ചയിൽ ലൗകികമായ ഉന്നതി എന്ന് പറയുന്നത് ലോകത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അത് അറപ്പാകുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഭൂമിയിൽ ധനം സമ്പാദിച്ച് പേരുണ്ടാക്കി വലിയ ആള് കളിക്കുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമായിരിക്കും. പക്ഷെ ഒരു വിശ്വാസി ഈ കാര്യത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അത് അറപ്പാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുമ്പത്തെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വായിക്കുന്നത്. ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് എടുക്കാത്തത്. അവിടെ പറയുന്നത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. പണത്തെ സേവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. മാമോനെ സേവിക്കുക. ഞാനൊരു കാര്യം പറയാം. പണം മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം
സ്വാഭാവികമായും മോശമായ കാര്യമല്ല, നമ്മളെല്ലാവരും പണം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പണം എന്തിനാണെന്ന് ചോദിച്ചാൽ പണം നമ്മളെ സേവിക്കാനാണ്, നമ്മൾ പണത്തെ സേവിക്കാനല്ല. നമ്മൾ പണം ഉപയോഗിക്കുമ്പോൾ, നല്ല കാര്യത്തിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പണം നമ്മളെ സേവിക്കുകയാണ്. പണം നമ്മളെ സേവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളത് കൂട്ടിവെച്ച് ആർക്കും കൊടുക്കാതെ അതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ സേവിക്കുകയാണ്. പണത്തെ നമ്മൾ സേവിക്കാൻ തുടങ്ങുമ്പോൾ പണം നമ്മുടെ യജമാനനായി തീരുകയാണ്, അത് നമ്മുടെ ദൈവമായി തീരുകയാണ്. അങ്ങനെ പണത്തെ ദൈവമാക്കിയ ഒത്തിരി ഒത്തിരി പേർ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ലക്ഷ്മിയെ ആരാധിക്കുന്ന ഒത്തിരി പേര് വിശ്വാസ ലോകത്തിൽ തന്നെ ഉണ്ട്. ലക്ഷ്മി എന്നുള്ള പേരിലായിരിക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ മുമ്പിൽ അറപ്പാണ്. നിങ്ങൾ ഇത് വലിയ കാര്യമായിട്ട് കാണുമായിരിക്കും. ലോകത്തിൽ ധനികനാകുന്നത് ഒരു വലിയ കാര്യമായിട്ട് ലോകം കാണും. പക്ഷെ ദൈവത്തിന് അത് അറപ്പാണെന്നാ പറയുന്നത്. പണം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിക്ഷേപമായി തീരുകയാണ്. അതുകൊണ്ടാണ് ധനികനായ ഒരു യുവാവ് യേശുവിന്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിത് വിശദമാക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്നാ പറയും. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണത് സ്വർഗത്തിലെ നിക്ഷേപമായി തീരുന്നത്. അല്ലെങ്കിൽ അത് ഭൂമിയിലെ നിക്ഷേപമാണ്. ഭൂമിയിൽ നിക്ഷേപം കൂട്ടി 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 വെച്ചാൽ അത് മനുഷ്യന്റെ മുമ്പിൽ വലുതായിരിക്കും, ദൈവത്തിന്റെ മുമ്പിൽ അറപ്പാകുന്നു. പണം നമുക്കുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ്? അത് മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയാണ്, ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് സ്വർഗത്തിൽ ഒരു നിക്ഷേപമായി തീരും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല, ഒത്തിരി ഉണ്ടത്. അവരെ പോലെ നിങ്ങൾ, അവരുടെ മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഉന്നതമായതെന്ന് ചിന്തിക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിൽ 42-43 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, യേശു അവരെ അടുക്ക വിളിച്ചു അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യൻ പുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ലോകം വലുതെന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുവാൻ പാടില്ല. ലോകത്തിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദൈവികതയിൽ നിന്ന് അവൻ പിന്മാറുകയാണ് എന്നുള്ളത് ആണ് ഇവിടെ പറയുന്നത്. യേശുവിന്റെ ഗിരിപ്രഭാഷണം വായിച്ചാൽ, സെർമൺ ഓൺ ദ മൗണ്ട്, ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്, അത് വായിച്ചാൽ നമ്മൾ എങ്ങനെ വ്യത്യസ്തരായിരിക്കണം എന്നതിന് ഏറ്റവും പറ്റിയ ഉദാഹരണങ്ങളെല്ലാം ആ കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. ഇതിൽ നിന്നൊക്കെയാ ശരിക്കും സഭായോഗങ്ങളിൽ പ്രസംഗിക്കേണ്ടത്. ഇതാണ് യേശുവിന്റെ നേരിട്ടുള്ള വാക്കുകളാണിത്. പക്ഷെ നമ്മുടെ സഭകളിലൊക്കെ അങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന പോലുമില്ല. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മിക്ക സഭകളിലും ഇതിന്ന് കേൾക്കാനില്ല. പക്ഷെ നമ്മൾ യേശുവിന്റെ ഈ വാക്കുകൾ എത്ര പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ എല്ലാം ഉണ്ട്.
നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിന്റെ നേരെ വിപരീതമായിട്ടാണ് കർത്താവ് പറയുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വെച്ചെന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് കേട്ടാൽ തന്നെ സാധാരണക്കാർ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ദരിദ്രരായവർ ഭാഗ്യവാന്മാര്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാര്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാര്, നീതിക്ക് വെച്ചെന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാര്, കരുണയുള്ളവർ ഭാഗ്യവാന്മാര്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിക്കും. നോക്കുക, എല്ലാ രീതിയിലും നമ്മൾ വായിക്കുമ്പോൾ സ്വാഭാവികമായി ലോകം പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി കർത്താവ് പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. യേശു പറയുന്ന വാക്കുകൾ, അതുകൊണ്ടായിരിക്കും ഇത് ആരും പ്രസംഗിക്കാതെ, എനിക്കറിയത്തില്ല. ആരും വന്ന് ഞാൻ ഉള്ള വാക്ക് പറഞ്ഞത് നോർമലി പ്രസംഗിക്കാത്തതെന്നറിയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ലൗകികരായ ആളുകളുടെ ഇടയിൽ ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇതങ്ങോട്ട് ദഹിക്കുകയോ സൂഹിക്കുകയോ ഒന്നുമില്ല. അതുകൊണ്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗങ്ങളാണല്ലോ പൊതുവെ പ്രസംഗിക്കുന്നത്, ആവശ്യമുള്ള പ്രസംഗങ്ങളല്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള പ്രസംഗങ്ങളാണ് വേണ്ടത് സഭയിൽ. ഞാൻ ജേർണലിസ്റ്റിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പൈക്കോയുടെ ലീഗൽ അഡ്വൈസർ, അവനും ജേർണലിസം എന്നോട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം മനോരമ വീക്കിലിയേക്കാൾ കൂടുതൽ സർക്കുലേഷൻ മംഗളത്തിന് കിട്ടി. ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം 84-85. അപ്പോൾ പെട്ടെന്ന് ഒരു എഡിറ്റേഴ്സിന്റെ ഒരു മീറ്റിംഗിൽ വെച്ച് മംഗളത്തിന്റെ അമ്പാട്ട് സുമാരൻ നായർ, അന്ന് എഡിറ്ററാ, ഞങ്ങള് വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങളുടെ പത്രത്തിന് കൂടുതൽ പ്രചാരം കിട്ടുന്നത്. പിന്നെ ജയപ്രകാശ് പറഞ്ഞു, സാറ് പറഞ്ഞത് അത്ര കറക്റ്റ് അല്ല. പിന്നെ നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്, നിങ്ങൾ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പത്രത്തിന് കൂടുതൽ സർക്കുലേഷൻ ഉണ്ട്. ജനങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട്, ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ട്. ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊടുത്താൽ വലിയ സന്തോഷമായിരിക്കും. ഡയബറ്റിക് പേഷ്യൻസിന് മധുരം കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം എന്റെ അയൽവക്കക്കാരൻ അവൻ എന്തെങ്കിലും കാര്യം സാധിക്കാനായിരിക്കും. എനിക്ക് ഡയബറ്റിക് ഒക്കെ ആ കാര്യം ശരി, അവൻ 1 കിലോ ജിലേബി വാങ്ങിച്ചുകൊണ്ട് എന്നെ കാണാൻ വരുന്നു. എന്റെ മുഖം അങ്ങ് വികസിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്റെ ഭാര്യ 1 ഗ്ലാസ് പാവയ്ക്കാനീര് കലക്കിക്കൊണ്ട് വരുന്നു. അപ്പൊ എന്റെ മുഖം ചുളുങ്ങുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ആരാണ് എനിക്ക് ആഗ്രഹമുള്ളത് തരുന്നത്, ആരാണ് എനിക്ക് ആവശ്യമുള്ളത് തരുന്നത്? അയൽവക്കക്കാരൻ ജിലേബി കൊണ്ട് തരുന്നത് എനിക്ക് ആഗ്രഹമുള്ളതാണ്, ആവശ്യമുള്ളതല്ല. കാര്യം ഞാൻ തൊലഞ്ഞാലും അവനൊന്നും പറ്റാനില്ല. പക്ഷേ എന്റെ ഭാര്യ, അവൾക്ക് എന്നെ വേണം, അവൾ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് തരുന്നു. ഇതുപോലെയാണ് പലപ്പോഴും പ്രസംഗകരും. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നതിന് പകരം ആഗ്രഹമുള്ളത് കൊടുത്ത് കയ്യടി വാങ്ങിക്കാനാണ് പലപ്പോഴും നമ്മുടെയൊക്കെ താല്പര്യം, പല പ്രസംഗങ്ങളുടെയും താല്പര്യം. അങ്ങനെയല്ല. ഇവിടെ യേശു സംസാരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മള് 20ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ കാണുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ കർത്താവ് പറയുന്ന കാര്യം എന്നാ, നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ ആകരുത്, പരീശന്മാരെ പോലെ ആകരുത്. ശാസ്ത്രിമാരുടെ പ്രശ്നം എന്താണ്? കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അത് ശാസ്ത്രിമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും, വ്യഭിചാരത്തെക്കുറിച്ചും എല്ലാം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് എന്തറിയാമോ? കർത്താവ് പറയുന്നത്, ശാസ്ത്രിമാര് അങ്ങനെ പറഞ്ഞാൽ 22ാം വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്,
നിങ്ങൾ അവരെ പോലെ ആകരുത്. യു നീഡ് ടു ബി ഡിഫറൻറ്റ്. നിങ്ങൾ വ്യത്യസ്തനായിരിക്കണം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കൊല ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നീ വഴിപാട് കഴിക്കാൻ വന്നാൽ വഴിപാട് കൊണ്ട് വരുന്ന സമയത്ത് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ വഴിപാടവിടെ വെക്ക. ആരാധനയൊക്കെ പിന്നെ മതി. ആദ്യം പോയി സഹോദരനോട് നിരന്നുകൊള്ളുക. നിങ്ങൾ ഈ വേദഭാഗങ്ങൾ ദയവ് ചെയ്ത് ഒരു പ്രാവശ്യമല്ല അനേക പ്രാവശ്യം വായിക്കണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പല പ്രാവശ്യം വായിക്കണം. ശുശ്രൂഷകർ ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ സഭയിൽ, നമ്മുടെ മീറ്റിങ്ങിലുണ്ടല്ലോ. അവരോട് ഞാൻ പറയട്ടെ, നമ്മള് ഇത് സ്ഥിരമായിട്ട് പ്രസംഗിക്കാനായിട്ട് നമുക്ക് കഴിയണം. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോഴും ആ ആക്ട് നടക്കുന്നത് വരെ, പ്രത്യക്ഷത്തിൽ ആ ആക്ട് നടക്കുന്നത് വരെ കുഴപ്പമില്ലെന്നാണ് ശാസ്ത്രിമാർ പറയുന്നത്. കർത്താവ് പറയാ, ലസ്ഫുൾ ഐസ് കൊണ്ട് നീ ഒന്ന് നോക്കിയാൽ തന്നെ നീ വ്യഭിചാരം ചെയ്തു. ചിലപ്പോൾ ആളുകൾ പറയും, പഴയ നിയമത്തിലൊക്കെ എന്റെ ദൈവമേ എന്തുമാത്രം കൽപ്പനയായിരുന്നു, എന്നാ പ്രയാസമായിരുന്നു. പുതിയ നിയമത്തിലായതോടെ നമുക്ക് കൽപ്പനയും ഇല്ല. അങ്ങനെയാണല്ലോ പലരും ജോസഫ് പ്രിൻസിന്റെ ഒക്കെ അനുയായികൾ പഠിപ്പിക്കുന്നത്. ഗ്രേസ് തിയോളജിക്കാര് പുതിയ നിയമത്തിൽ കൽപ്പനയില്ലെന്ന്. ഞാൻ നോക്കിയിട്ട് പഴയ നിയമത്തിലായിരുന്നപ്പോ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇത്ര കാര്യമേ ഉള്ളായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലെ കൽപ്പനകളൊക്കെ എത്ര ആഴമുള്ള കൽപ്പനകളാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് അനുസരിക്കാൻ കഴിയത്തില്ലെന്നല്ല. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ്, തീർച്ചയായും അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ ലോകക്കാരെ പോലെ ആകരുത്. എല്ലാ കാര്യത്തെക്കുറിച്ചും അങ്ങനെ ആകരുത്. ഈ വേദഭാഗം മൊത്തം ഞാൻ പറഞ്ഞല്ലോ, ഇത് അനേക മണിക്കൂറുകൾ പഠിപ്പിക്കാനുള്ള കാര്യമാണിത്. നിങ്ങൾ ശിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ആകരുത്. 6-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത്, മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് പരീശന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശാസ്ത്രിമാരെ കുറിച്ചാണ് 5-ാം അധ്യായത്തിൽ കൂടുതൽ നമ്മൾ കണ്ടത്. ശാസ്ത്രിമാര് ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു, പരീശന്മാര് എല്ലാം പുറമെ ഉള്ളതിനെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ശിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കരുത്. പ്രാർത്ഥിക്കുമ്പോഴും പരീശനെ പോലെ പ്രാർത്ഥിക്കരുത്. 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നോട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ പരീശനെ പോലെ ആകരുത്. പിന്നെ ജാതികളെ പോലെയും ആകരുത്. 7-ാമത്തെ വാക്യത്തിൽ, പ്രാർത്ഥിക്കുകയും നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ജാതികളെ പോലെയും അരുത്. അപ്പോൾ ശാസ്ത്രിമാരെ പോലെ അരുത്, പരീശനെ പോലെ അരുത്, ജാതികളെ പോലെയും അരുത്. ഈ വേദഭാഗം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് എത്ര വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് ഉപവസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉപവസിക്കണമെന്ന് പഠിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പഠിപ്പിക്കുന്നു. നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നതിനെ കുറിച്ചാണ് 19 മുതലുള്ള 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നതിനെ കുറിച്ച്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. സ്വർഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ജീവിതം മുഴുവൻ. എപ്പോഴും നമ്മുടെ ജീവിതം സ്വർഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളത് അല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ പിതാക്കന്മാര്. പക്ഷേ നമുക്കിന്ന് ഭൂമിയിലുള്ളതിനെ കുറിച്ചേ ചിന്തയുള്ളൂ. പണ്ട് കൊച്ചുകുഞ്ഞുപദേശമൊക്കെ പാടിയ പാട്ടൊന്നും
ഇന്ന് നമ്മൾ ആർക്കും പാടാൻ, ചുമ്മാ പാടാൻ അറിയാമായിരിക്കും, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആഴത്തിൽ അർത്ഥത്തോടുകൂടെ ഗ്രഹിക്കുന്നുണ്ടോ? ഇന്നലെ ഞാനൊരു പാട്ട് പറഞ്ഞു, എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലെന്നു, യേശു മാത്രം സമ്പത്താണ്. വേറെ ഇല്ല, ഒന്നും വേണ്ടാന്നാ പറയുന്നത്. അദ്ദേഹം പാടിയ പാട്ടാ, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധി ചെന്നാൽ മതി. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ടാന്ന് എത്ര പേര് പറയും ഇന്നങ്ങനെ? നമ്മൾ പാടുന്നതല്ല, ഹൃദയത്തിൽ പറയുന്നത്, എനിക്ക് ലോകം വേണം, എനിക്കെല്ലാം വേണം, പിന്നെ പറ്റിയ നാഥന്റെ സന്നിധി ചെല്ലുകയും വേണം. അതാ ഇന്നത്തെ പാട്ട്. പറ്റിയാൽ, ആദ്യത്തേത് അത്യാവശ്യം, ലോകം വേണം, എനിക്ക് എല്ലാം വേണം, പിന്നെ പറ്റിയ നാഥന്റെ സന്നിധി ചെല്ലുകയും വേണം. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകരുത്. നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ വിചാരപ്പെടരുത്. നമ്മള് ജാതികളെ പോലെ നമ്മൾ വിചാരപ്പെടരുത് എന്നാണ് പറയുന്നത്. കപടഭക്തിക്കാരെ പോലെ അരുത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുവാൻ നമുക്ക് ഉള്ള ധാരണ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ഇന്ന് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ഡെസ്റ്റിനേഷൻ അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, വഴിയാ പഠിപ്പിക്കുന്നത്. വിശാലമായ വഴി. ഞങ്ങളുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ, ഒരു കൊച്ചിനോട് ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്, കൊച്ചു പറയാ, ഞങ്ങളുടെ ചർച്ചിൽ നല്ല ഫെലോഷിപ്പാ. ഞാൻ ചോദിച്ചു, എന്നാ മോളെ? ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും KFC ഉണ്ടെന്ന്. നല്ല ഫെലോഷിപ്പാ. KFC കഴിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതാണോ ഫെലോഷിപ്പ്? മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുന്നൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതല്ല ഫെലോഷിപ്പ്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകണം. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതുമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഇടുക്കമുള്ള വാതിൽ കണ്ടെത്തി അതിലേ കടക്കുന്നവരായിരിക്കണം. വിശാല വഴിയാണ് ഇന്ന് പഠിപ്പിക്കുന്നത് മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പ്രസംഗിക്കുന്നത് പോലും ഡെസ്റ്റിനേഷൻ അല്ല, വഴിയാ പറയുന്നത്. ഞങ്ങളുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായ വഴിയാണ്. അവിടെ ഭക്ഷണമുണ്ട്, അവിടെ എല്ലാ കാര്യവും, അതുണ്ട് ഇതുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്ങോട്ടാ പോകുന്നെന്നുള്ളതിനെ കുറിച്ച്, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളുടെ നമ്പർ കുറഞ്ഞു വരിക. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ കാലയളവിലും ഒരു ശേഷിപ്പുണ്ട്, അത് ഈ കാലയളവിലും ഉണ്ട്. പക്ഷേ നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളുടെ നമ്പർ കുറഞ്ഞു വരും. ഭൂമിയിലെ കാര്യങ്ങൾ അത് മാത്രം പഠിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് വരികയാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടത്തി. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് ഞാൻ പെട്ടെന്ന് സമയത്തിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. ഒന്ന് യോഹന്നാന്റെ ലേഖനം, അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. എത്ര കൃത്യമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. നമ്മൾ ലോകക്കാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്,
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യൻ അതിനുവേണ്ടിയാ നടക്കുന്നത്. എന്റെ ജഡത്തിന്റെ ഇച്ഛകൾ നിർവഹിക്കുവാൻ, ഞാൻ കാണുന്നതെല്ലാം വേണമെന്ന കൺമോഹം, കാണുന്നതിന്റെ എല്ലാം പുറകെ പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും മാർക്കറ്റിംഗ്, ഇത്ര സാധനങ്ങളൊക്കെ നമ്മളെ അങ്ങ് കൊതിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ വാട്സാപ്പിനകത്തല്ലെന്ന് തോന്നുന്നു. ഞാൻ അത്ര ഫെമിലിയർ അല്ല ഈ കാര്യങ്ങളിലൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങ് നമ്മളെ മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടങ്ങ് നിറച്ചിരിക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള കമ്പ്യൂട്ടറുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം. 1-2 അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ 5-ാമത്തെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ അവർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. പലപ്പോഴും ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോഴെല്ലാം ഞാൻ ഈ വാക്യം ഓർക്കും. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം അതിന്റെ പിന്നാലെയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ അതുകൂടെ വായിച്ച ആ ഭാഗം നമ്മൾ അവസാനിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, വ്യഭിചാരിണിയായുള്ളോരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. വ്യഭിചാരിണികളായുള്ളോരെ. ആരാണ് വ്യഭിചാരിണികൾ? ഒരു ഭർത്താവിനെ വിട്ട് മറ്റൊരു പുരുഷന്റെ പിന്നാലെ പോകുന്നവരാണ് വ്യഭിചാരിണി. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ പിന്നാലെ പോയാൽ ദൈവമാകുന്ന യേശുവാകുന്ന നിന്റെ ഭർത്താവിനെ വിട്ട് നീ മറ്റൊരു ഭർത്താവിന്റെ പിന്നാലെ പോകുകയാണ്. അത് സംഭവിക്കരുത് പ്രിയമുള്ളത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കണം. എന്നാൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് ഐസൊലേഷൻ അല്ല എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. വി നീഡ് ടു കീപ് എ ബാലൻസ്. സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ അല്ല, അതായത് ലോകം വിട്ടിട്ട് പോകുന്നതല്ല, അഥവാ കാട്ടിപ്പോയി തപസിരിക്കുന്നതല്ല. അതല്ല സെപ്പറേഷൻ എന്ന് പറയുന്നത്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഐസൊലേഷനിലേക്ക് പോയാൽ നമുക്ക് വിറ്റ്നസ് ആകാൻ പറ്റത്തില്ല. നമ്മൾ ഐസൊലേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാക്ഷിയാകാനായിട്ട് കഴിയില്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സാക്ഷികളാകുവാനാണ്. പക്ഷേ അവരെ പോലെ ആയിക്കൊണ്ടല്ല സാക്ഷികളാകുന്നത്, എന്നാൽ അവരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സാക്ഷികളാകുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സെപ്പറേഷനെ കുറിച്ച് നമ്മൾ ഇത്രയും പഠിച്ചു. പക്ഷെ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ബാലൻസ്. വി ലിവ് ഇൻ ദിസ് വേൾഡ് ബട്ട് വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, എന്നാൽ നമ്മൾ അല്ല. അങ്ങനെ ലോകത്തിൽ ജീവിക്കാതെ നമുക്ക്, നിങ്ങൾ ലോകത്തിന്റെ, ഇപ്പൊ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമാകണമെങ്കിൽ ഐസൊലേഷൻ പറ്റത്തില്ല. An isolated person cannot become the salt of the earth and the light of the world.
ഭൂമിയുടെ ഉപ്പാവുകയും ലോകത്തിന്റെ വെളിച്ചമാവുകയും ചെയ്യുവാൻ ആർക്കേ പറ്റത്തുള്ളൂ? ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്കേ കഴിയുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഐസൊലേഷൻ അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, എന്നാൽ സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ വേറെ, ഐസൊലേഷൻ വേറെ. 1 കൊരിന്ത്യരുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഇത് മനസ്സിലാക്കും. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മൾ ഇതേ ലോകം മുഴുവൻ നന്നായി കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ നന്നായി കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്നതിന് സംശയമില്ല. ലോകക്കാരോട് മിണ്ടരുത് എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ തന്നെ പലരും മറ്റു മതസ്ഥരായ ആളുകളുണ്ട്. അവരോടൊക്കെ ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും പറയാതൊന്നുമല്ല. ഞാൻ ആരാണെന്നും എൻ്റെ ജീവിത രീതി എന്താണെന്നും ഒക്കെ അറിയാവുന്ന അനേക സുഹൃത്തുക്കൾ എനിക്ക് മറ്റ് റിലീജിയനിൽ നിന്നുള്ളവരുണ്ട്. പക്ഷെ അവരുടെ മുമ്പിലും ഞാൻ അവരിൽ നിന്ന് ഐസൊലേറ്റഡ് അല്ലെങ്കിലും ഐ കീപ്പ് എ സെപ്പറേഷൻ. ഞാൻ വ്യത്യസ്തത സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവര് നല്ലൊരു ശതമാനം ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുമ്പോൾ ലോഡ്ജിലൊക്കെ താമസിക്കും. ആ കാലയളവ് ചങ്ങനാശ്ശേരി നിങ്ങൾക്ക് അറിയാമല്ലോ, മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രമാണ്, കത്തോലിക്കരും മുസ്ലിങ്ങളും. അവരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്താതെ ഞാൻ ജീവിച്ചു. ഇപ്പോഴും അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ, നല്ല വിലയുണ്ട്. ഞാൻ എൻ്റെ ജീവിതം ഐസൊലേറ്റഡ് അല്ലായിരുന്നു, പക്ഷേ ഞാൻ സെപ്പറേറ്റഡ് ആയിരുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ ഐസൊലേറ്റഡ് ആകാനല്ല, സെപ്പറേറ്റഡ് ആകാൻ ആണ് കർത്താവ് പറയുന്നത്. ദുർനടപ്പുകാരോട് സംസർഗം അരുതെന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുതെന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ നിന്ന് പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധനയോ വാവിഷ്ഠാനക്കാരനോ മദ്യവനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. സെപ്പറേഷന്റെ കാര്യമാണ്. സെപ്പറേഷൻ നമുക്ക് സഭയ്ക്കുള്ളിലും, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തോട് നമുക്ക് സെപ്പറേഷൻ വേണം. അത് സഭയ്ക്ക് പുറത്തുള്ള ലോകത്തോട് വേണമെന്ന് പറയുന്നത് പോലെ നമ്മൾ സഭയ്ക്കകത്ത് കടക്കുന്ന ലോകത്തോടും സെപ്പറേഷൻ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ സുവിശേഷം പറയാൻ വേണ്ടി ബ്രദറെ സുവിശേഷമൊക്കെ പറയേണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ അവരെ പോലെ ആയെന്ന് പറയരുത്. എൻഡ് ഡു നോട്ട് ജസ്റ്റിഫൈ മീ. കോംപ്രമൈസ് ചെയ്ത് സുവിശേഷം വരെ വേണ്ട. യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ ടാക്സ് കൊടുക്കേണ്ടി വന്നപ്പോൾ ചുങ്കക്കാരൻ സക്കായിയെ വിളിച്ച് ശുപാർശ ചെയ്യിച്ചില്ല. അതെ സക്കായിയെ, എനിക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് നീ എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേന്ന് പറഞ്ഞൊന്നുമില്ല. ടാക്സ് കൊടുക്കേണ്ടി വന്നപ്പോൾ ടാക്സ് കൊടുത്തു. പത്രോസിനെ വിളിച്ച് മീൻ പിടിക്കാൻ വിട്ടു. കോംപ്രമൈസ് ചെയ്ത് സുവിശേഷ വേല വേണ്ട. അത് നമ്മൾ മനസ്സിലാക്കണം. കോംപ്രമൈസ് ചെയ്തല്ല കാര്യങ്ങൾ. നമ്മള് പഴയ നിയമത്തിൽ ശൗല് അമാലേക്യരുടെ ആട്ടിൻകുട്ടികളെ എല്ലാം കൂടെ കൊണ്ടുവന്നപ്പോൾ ശമൂൽ വന്ന് ചോദിക്കുന്നു, ഈ ശബ്ദം എന്തോളാ കേൾക്കുന്നത്? അത് യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ വേണ്ടി അമാലേക്കിലെ കുറെ നല്ല ആട്ടിൻകുട്ടികളെയൊക്കെ അവർ പിടിച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞു. യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ പറയുന്ന വർത്തമാനം കേട്ടില്ലേ? അങ്ങനെ യഹോവയ്ക്ക് യാഗമൊന്നും അർപ്പിക്കണ്ടെന്നേ. യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ അമാലേക്കിന്റെ ആട്ടിൻകുട്ടിയെ ആവശ്യമില്ല. കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സഭയെ നന്നാക്കാൻ രാഷ്ട്രീയക്കാരൻ വരേണ്ട കാര്യമില്ല. അവരോട് സ്നേഹമായിട്ട് ഇടപെടുന്നതിനകത്തൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല.
എന്നാൽ അവരുടെ സഹായം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് മറന്നു പോകരുത്. എപ്പോഴും നമ്മൾ അതിനകത്ത് അത് നമ്മൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. എപ്പോഴും നമ്മൾ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴയ നിയമത്തിൽ പറയാൻ സമയമില്ലാഞ്ഞതുകൊണ്ട് വിട്ട ഒരു കാര്യമാണ്. ആഹാബും യഹോശഫാത്തും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്. ആ അലയൻസ് ഇണയില്ലാപ്പിണ കൂടിയതിന്റെ പ്രശ്നം ആഹാബിന്റെ മകൾ അഥല്യ ദാവീദിന്റെ സിംഹാസനം കൈയടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരിക്കൽ ആഹാബ് ചെന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു, എന്റെ ജനവും നിന്റെ ജനവും എല്ലാം ഒന്നല്ലയോ സഹോദരാ? എല്ലാം ഒന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആഹാബും യഹോശഫാത്തുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദുരുപദേശക്കാരോട് കൂട്ടായ്മ അരുത് എന്ന് കൃത്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ആ വാക്യങ്ങൾ മൊത്തമായിട്ട് വായിക്കാൻ എനിക്ക് നേരമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളെ തെറ്റിക്കുന്നവരുണ്ട്. ആ ദുരുപദേശക്കാരുമായിട്ട് നിങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കരുത് എന്നാണ് നമ്മൾ കാണുന്നത്. 2-ന്റെ തന്നെ 18-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആകുന്നുവെന്ന് നമുക്ക് അറിയാം. അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാക്കേണ്ടതല്ലോ. മൊത്തമായിട്ട് വായിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദുരുപദേശക്കാരുമായിട്ട് നമുക്ക് കൂട്ടായ്മ ആചരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ കാലയളവിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളത് മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളുടെ കാര്യം. ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ വലിയ ഹല്ലേലൂയായും സ്തോത്രവും ഒക്കെ പറയും. പക്ഷെ പഠിപ്പിക്കുന്ന ഉപദേശം ഡിഫറന്റ് ആയിട്ടുള്ള, വേദപുസ്തകത്തിന് അനുസൃതമല്ലാത്ത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു കാര്യം. ഈ ഒരു ഡിസപ്ഷന്റെ ഈ കാലയളവിൽ നമ്മൾ അവരോട് കൂട്ടായ്മ അരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ്